Assalamualaikum, welcome back to Jabish. Yes, ജാബിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ലെസിൻ ബേബിന്റെ ക്രാഡിൽ സെറിമണി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്ത് സിറ്റി ടവറിൽ പരിപാടി. അപ്പോൾ ഞങ്ങളെ ഈവനിങ് ആണ് ഫംഗ്ഷന്. അപ്പോൾ ഇപ്പോൾ ഉച്ചയായി ഞങ്ങൾ എന്താക്കി ഉമ്മ ഈട് തന്നെ ഗോൾഡ് ഇട്ടെന്ന് വിചാരിച്ച്. അതായത് അവിടെ പോയിട്ട് ഇട്ടിട്ടുണ്ട ഉമ്മ അല്ലേ ഞാൻ ഈട് തന്നെ ഇട്ടോളാം അല്ല ഉമ്മ ഉമ്മ കട തിരക്കുണ്ടാവും. ഉമ്മക്ക് പിന്നെ എല്ലാവരും വന്നാളെല്ലാം നോക്കണ്ടേ, എല്ലാവരും ഇങ്ങനെ കുടായിനടുത്ത് നിന്ന് പോരാലോ. അങ്ങനെ ഉമ്മ പറഞ്ഞ് ഞാൻ എന്താക്കുന്നത് ഫസ്റ്റ് വീട് തന്നെ പൊന്നിടുന്നു കുടായിനെ. അപ്പൊ ഫസ്റ്റത്തെ പൊന്ന് ഉമ്മാന്റെ വക ആയിക്കോട്ടെ. ഉമ്മ എന്ത് മാലയല്ല മെങ്ങിയ തുടങ്ങിയല്ല ചെക്കന് കരച്ചില് തുടങ്ങിയല്ലോ. ഉമ്മ ബിയതാ അടുത്ത കരച്ചില് തുടങ്ങുന്നതിനേക്കാളും മുന്നേ ബിയ മാല ഇട്ടു ഉമ്മ. ഇതാ ഉമ്മാന്റെ മാല. യെസ്, ഇത് സച്ചിൻ ചാനലേ ഇത് ഡ്രൈവ് അങ്ങനത്തെ ഫസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ മോനെ പിന്നെന്ത് ഇയാൻ്റെത് ഉമ്മാനിട്ടുമ്മ ഉമ്മാന്റെ ഫസ്റ്റത്തെ പൊന്നെ കിട്ടി. എന്നെ അടുത്തതില്ല ഇയ്യ ശല്യം. ഇയാൾക്ക് പിന്നെ വീഡിയോയിൽ നിൽക്കാനൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇയ്യ തന്നിട്ടുള്ളത് കരിമണി കരിമണി വള. ഞങ്ങക്ക് ഇത് ഇയ്യാൻ്റെത് വാ. അതൊക്കെ എരിഞ്ഞ് ബെൽത്ത് കഴിക്കലിമാ. അതെടുത്ത് കഴിയണ ബെൽത്ത് കഴിക്കട്ടോ. ഓ സൈമാന്റെ കൈ കടിക്കുന്നുണ്ട് കിടാ. കൈ നീല്ലേ കൊളത്തയച്ചിട്ട് നീ മാല കൊളത്തിട്ടിട്ടില്ല. അങ്ങനെ ഇതിട്ട വളയിട്ട് ഇയാന്റെ. പിന്നെ ഉള്ളത് ഫമിത്തല്ലേ ഫമിത്തയില്ല പണ്ട് ഫസ്റ്റ് ദുബൈന്ന് വന്നിട്ടുണ്ടായി. അതായത് ഓനക്കൊരു 13 ദിവസം 14 ദിവസം ഫമിത്ത നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിനെ. അനിയന്റെ മംഗളത്തിന് മാത്രം ഒരു ബിയും പോയിന് 20 ദിവസത്തിൽ പോയിന്. അപ്പൊ തൊട്ടിലിട്ടൊന്നും ഉണ്ടായിട്ട. അപ്പൊ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മളെ പരിക്ക് വന്നിട്ടുണ്ടായിന്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ബോണിയാക്കിയതാണ് ഫമിത്ത ബ്രേസ്ലെറ്റ്. ബയ്യല്ലേ 4 മണിക്കല്ലേ പരിപാടി അല്ലേ? അപ്പോഴത്തെ പണി സാറാവും. ഇതാ ബ്രേസ്ലെറ്റ് ഇട്ടാ ചെക്കന്നെ. ഓക്കെ ലെസിൻ ബ്രോ ഫുള്ളായേ ബാ മോനെ. ഞമ്മൾതല്ലേ ഞമ്മന്താ കട പോയിട്ട് ഇടാല്ലേ ജാബി. ചുരിദാർ ചുരിദാർ കജ്ജ ചുരിദാറിലെടുത്ത് ചുന്ദരിയാവാനുണ്ട്. രണ്ടാമത്തെ പുള്ളി അല്ല നമ്മളല്ല രണ്ടാമത്തെ പുള്ളിയല്ല എന്റെ രണ്ടാമത്തെ പുള്ളിന്റെ. ഓക്കെ പോവല്ല. പിന്നെ ഇവന്റെ ഡ്രസ് ഇതാ ഇവാൻ്റെത് ലെസിൻ്റെത് ഇവാൻ തന്നെ പറഞ്ഞു. ലെസിൻ്റെ ഇത് ചിക്കോന്ന് മേങ്ങിയതാ. ഇങ്ങനെ ചിക്കോന്നോ കിക്കോന്ന് ഞാൻ പറഞ്ഞിട്ടെ അതിൻ്റെ ഇത്. ഓക്കെ പിന്നെ ഇതും അതേ സാധനം ഉണ്ടാവുക കിക്കോൻ്റെ തന്നെ മേങ്ങിട്ടുണ്ടായിരുന്നതാ. തൊപ്പി റെഡിയാക്കാനാണ് ഇതാണ് സാധനം. അപ്പൊ ഇതാണ് ഓന്റെ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം. അപ്പൊ ഇനി നമുക്ക് റെഡി ആവാം. നമ്മളെ കോസ്റ്റ്യൂം അല്ല ആടുന്ന് ഫുള്ള് സെറ്റ് ആയിട്ട് കാണിക്കാല്ലേ മാ. ലജിനു കുട്ടാപ്പി ലജിനു ഞാൻ ലെസിൻ തന്നെ വിളിക്കാം നമുക്ക്. ഇവനോ നമ്മ എന്താ അവനെ വിളിക്കുന്നത്? ലെസിൻ അതന്നെ ഓന് പറഞ്ഞു ലെസിൻ തന്നെ. ഓനറങ്ങട്ടെ ബിയ 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 അമ്മ അപ്പോഴത്തേക്ക് പോവാ. അങ്ങനെ ഞങ്ങളില്ലേ സിറ്റി ടവറിലേക്ക് പോകുന്നത് ക്രാഡലിന്. ആടെയാണ് ഫംഗ്ഷന്. അപ്പോൾ എൻ്റെ ചങ്ങായി വന്നിട്ട് അവിടെ കാക്കുന്നുണ്ട് മേക്കപ്പ് ചെയ്യാൻ. മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നവ നമ്മ ഇപ്പം മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഫേസ് എന്തായാലും നല്ലോണം നോക്കണമല്ലോ. ഇതെല്ലാവർക്കും ഉള്ളത് തന്നെ എന്തില്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും എന്ത് നമ്മളെ ഫേസിലത്തെ സ്കിന്നാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ ഫംഗ്ഷന് പോകുമ്പോൾ ഷൂട്ടിന് പോകുമ്പോഴല്ലോ ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ കുറച്ചുകൂടി അധികം ശ്രദ്ധിക്കുന്നത് ഫേസ് തന്നെയാണ്. ഞങ്ങൾക്കിപ്പോൾ ഇല്ലേ ഡെലിവറി കഴിഞ്ഞ് പിന്നെ മുഖത്ത് ഭയങ്കര ഡാർക്ക് സർക്കിൾസ് പിന്നെ പിഗ്മെന്റേഷന് ഉറക്കല്ല കുറവല്ല അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായി. അപ്പം ഞാൻ എന്താക്കി ക്യൂർ സ്കിന്നിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ആക്കിയത്. ഈ ക്യൂർ സ്കിന്നില്ലേ ഞാൻ ഓർഡർ ആക്കിയത് ആപ്പ് വഴിയാവ. ആപ്പ് എന്നില്ലെങ്കിൽ ക്യൂർ സ്കിൻ എന്നുള്ള ആപ്പിൽ തന്നെയാണ് ഓർഡർ ആക്കിയത്. അപ്പോൾ ഓരെന്താക്കുന്നില്ലെങ്കിൽ ഇല്ലേ ഇതാ ഈ ഒരു പ്രൊഡക്റ്റാണ് ഇത് ക്യൂർ സ്കിന്നിൻ്റെ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇല്ലേ അങ്ക്കും വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ചെയ്തതവ. അങ്ങനെ ഓരോരോ ആൾക്കാർ കസ്റ്റമൈസ്ഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമ്മൾ എന്താക്കുക അറിയോ ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് ഡൗൺലോഡ് ആക്കുക. എന്നിട്ട് അതിൽ നമുക്ക് നമ്പർ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താക്കുക ഡോക്ടറോട് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് അറിയും. അതായത് നമ്മളെ സ്കിൻ എങ്ങനത്തത് നോർമലാ ഓയിലിയാ ഡ്രൈയാ അങ്ങനെ. പിന്നെ സ്കിന്നിന് മുമ്പ് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അതായത് ഫേഷ്യലാ അങ്ങനെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിനാ അതെല്ലാം ചോദിച്ചിട്ട് അറിയും. പിന്നെ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കണം. അതായത് നമ്മളെ ഫ്രണ്ട് സൈഡ് ഈ സൈഡ്
ഈ സൈഡെല്ലാം ഫോട്ടോ അയച്ച് കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മളെ സ്കിന്നിന് എന്ത് പ്രശ്നമുള്ളത്. നമ്മളെ സ്കിന്നിൻ്റെ പ്രശ്നം കറക്റ്റ് അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ എന്താക്കും, നമുക്ക് വേണ്ടിയിട്ട് ഒരു ബോക്സ് കസ്റ്റമൈസ് ചെയ്യും. എനിക്ക് 4 പ്രോഡക്റ്റ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് എത്തത് സെൻസിറ്റീവ് ക്ലെൻസർ. ഇതാ സെൻസിറ്റീവ് പ്രോ ക്ലെൻസർ ആവാ. ഇതെന്തെന്നില്ലെങ്കിൽ നോർമൽ ഞാൻ ഫേസ് വാഷ് യൂസ് ആക്കുന്നുണ്ടായത്. ഇപ്പോൾ അത് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇത് യൂസ് ആക്കുന്നത്. ഇത് യൂസ് ആക്കിയിട്ട് നമുക്ക് നല്ല മാറ്റമുണ്ട് സ്കിന്നിന്. പിന്നെ വരുന്നുള്ളത് ഇല്ലേ മിനറൽ സൺസ്ക്രീൻ ജെല്ല്. സൺസ്ക്രീൻ നോർമൽ യൂസ് ആക്കുന്ന പോലെ യൂസ് ആക്കുക. അതായത് ഫസ്റ്റ് സൺസ്ക്രീൻ യൂസ് ആക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇട്ടാൽ മതി. എനിക്ക് ഒരു സജസ്റ്റ് ചെയ്തിട്ടുള്ളത് SPF 30 ആവാ. പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് റീസ്ട്രക്ചർ ക്രീം. അതായത് നമ്മളെ സ്കിന്ന് മുമ്പത്തെ പോലെ അതേപോലെ ആവാനാണ് ഈ ഒരു ക്രീം യൂസ് ആക്കുന്നുള്ളത്. ഇതങ്ങനെ കുറച്ച് എടുത്തിട്ട് ഡോട്ടായിട്ട് ഇട്ടിട്ട് ഫുള്ളൊന്ന് ഇത് ആക്കിയാൽ മതി ഫേസിലേക്ക്. പിന്നെ ലാസ്റ്റത്തതാണ് ഗ്ലൈക്കോ ക്ലിയർ ക്രീം. അതായത് ഫേസ് നല്ല ക്ലിയർ ആവാനും പിഗ്മെൻറ്റേഷൻ പോവാനും അതിനെല്ലാം യൂസ് ആക്കുന്നതാണ് ഈ ഒരു ക്രീം. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്ത് തന്നത് ഈ 4 പ്രോഡക്റ്റ്സ് ആവാം. പിന്നെ ഒന്ന് നമുക്ക് ഫ്ലേവർ നമ്മൾ ചൂസ് ആക്കാം. അതായത് ഓരോ കുറച്ച് ലിസ്റ്റ് നമുക്ക് തരും. അതിലുള്ള ഏത് ഫ്ലേവർ നമുക്ക് വേണോ, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമ്മൾ ചൂസ് ആക്കാം. അപ്പോൾ ഞാൻ ചൂസ് ആക്കിയിട്ടുള്ളത് ജാസ്മിൻ ഫ്ലേവർ ആവാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ആണോ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്കില്ലേ ക്യൂർ സ്കിന്നിൻ്റെ പ്രോഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ആക്കിയിട്ട് ഒന്ന് നോക്കിക്കോ. ഓർഡർ ചെയ്യുമ്പോൾ ജാബിഷ് 100 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100 രൂപീസ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ടും കിട്ടും. അപ്പോൾ ഇനി എന്താക്കാം, നമുക്ക് നേരെ സിറ്റി ടവറിലേക്ക് പോവാം റെഡി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡെക്കറെല്ലാം സെറ്റായി, ഹോളും സെറ്റായി, ഡെക്കറും സെറ്റായി. ഇതാണ് ഹോള്. ഡെക്കർ ഞാൻ കാണിച്ചു തരാം അടുത്ത് പോയിട്ട്. ക്യാമറാൻ്റെ ഒരാൾ സെറ്റാകുന്നുണ്ട്. സിമ്പിൾ ഡെക്കോറാവാ ചെയ്തിട്ടുള്ളത്. ക്രാഡിൽ ചെറുതായിട്ട് ഞാനും ഉമ്മാവും ഷെയ്മാവും കൂടിയിട്ട് കുഞ്ഞിനൊക്കെ തൊട്ടിൽ കടത്തി പോരേന്ന് എന്നില്ലെങ്കിൽ ഇതിന് മുമ്പ് അറിഞ്ഞില്ലല്ലേ അത് ചെറുതായിട്ട് ഒരു ഇതുണ്ടായിന്. പക്ഷെ ഇപ്പൊ ആണ് അതിന്റെ ഒരു ഫംഗ്ഷൻ വെക്കുന്നുള്ള. അപ്പൊ ഇതാ നമ്മളെ ടീം കാര്യങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അത് ശരി, അപ്പൊ എന്നെ കാണിക്കണ്ടേ? അപ്പൊ ഞങ്ങൾ ടീമെല്ലാം എത്തിയിട്ടുണ്ടാവുക. ഫംഗ്ഷൻ തുടങ്ങി, ഒരാൾ വരാൻ തുടങ്ങി. ഇതിന്റെ മോളിലാണ് ഫംഗ്ഷന്. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. അതിന് മുന്നേ ജാബിനെ കാണിച്ചു കൊടുത്തു. അത് ഞാൻ വയ്യ എന്നെ കാണിച്ചോളാം. അത് വയ്യ, അത് അല്ലല്ല അങ്ങനെയല്ലാന്ന്. ഹീറോന്റെ ഫിലിമിലെല്ലാം കാണുന്നില്ല, ഫോണിലുള്ള വോയിസ് ആ ഇത് മാത്രമേ കേൾക്കലുള്ളൂ. ഫോണിലുള്ള ബയ്യാണ് ഇൻട്രോ കാണിക്കല്. അങ്ങനെ ഓക്കെ, അങ്ങനെ ആക്കാല സാറേ. ഹീറോന്റെ ഓക്കെ. അപ്പൊ സാഗിയുണ്ട്, മോസുണ്ട്, ചോട്ടുണ്ട്, ഷബീർ ഉണ്ട്, പാത്തുണ്ട്, ഇസുണ്ട്, ജമീല സോറി അവിടെ. ഓക്കെ, നമുക്ക് മുകളിൽ പോലെ അവിടെ എല്ലാവരും ഫാമിലി എല്ലാവരും വെയിറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ പോവാ. ഞാൻ വന്നവ ഹീറോ എത്തി. അല്ല അതങ്ങനെയാണല്ലോ, അടുത്തോളം നമ്മൾ പറഞ്ഞു കൈയടിപ്പിക്കണം, പിന്നെ പറയാണ് കൈയടിക്കുക കുറച്ച് വലുതായിട്ട്. ഓക്കെ, അവൻ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം. എല്ലാ ഫാമിലി എല്ലാവരും വെയിറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്യാമറാമാൻ ഉണ്ട് റഹ്മാൻ, അത് റീലിലേക്ക് ഉള്ളത്. നമ്മുടെ ഫസ്റ്റത്തെ ജൂനിയർ ഉണ്ട്. ഇതാണ് സെക്കൻഡത്തെ ജൂനിയർ. എല്ലാവരും ഡ്രസ്സിന്റെ കളർ കൊണ്ടല്ലോ ചെറിയ മാച്ചിങ് ആയിട്ട് ഡേയില് കോപ്പി അടിച്ചിന് ചോട്ട് അടിച്ച് ഞാൻ ആരും അറിയാണ്ട് ഈ കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായതാണ്. सखियां ने सजना है मैं भी सवरना है अज दिन चढ़े यार तेरे नाम दा वे अज सजया है वे सारा शहर अज हो गई आवे रब दी महल हाय सजया है वे सारा शहर अज हो गई आवे रब दी महल चिट्टा कुक्कड़ बने रहते चिट्टा कुक्कड़ बने रहते काश ने दुपट्टे वाली मुंडा सदके तेरे काश ने दुपट्टे वाली अखियां मेरी पूछ रही है हमको मेरे चैन नहीं है
कदमों से आगे, कदमों से आगे, कदमों से आगे। आँखों पे मोहब्बत लिख दे, सांसों पे मोहब्बत लिख दे, होठों पे मोहब्बत लिख दे, कहता है दिल दीवाना। उंगली पकड़ के तूने चलना सिखाया था ना, दहलीज ऊंची है ये पार करा दे। बाबा मैं तेरी मलिका, टुकड़ा हूँ तेरे दिल का, एक बार फिर से दहलीज पार करा दे। इतने दिल में जिया क्या जिया, अब तो जीना है तेरे लिए। देखा तेनू पहली पहली बार वे, होने लगा दिल बेकरार वे। रब्बा मैनू की हो गया दिल जानिए, रब्बा मैनू की हो गया, हाय मैनू की हो गया। बीते सारे मौसम बाबुल तेरे घर में, अब चले पाओ मेरे पिया के शहर में। बीते सारे मौसम बाबुल तेरे घर में, अब चले पाओ मेरे पिया के शहर में। अता पता नहीं मेरा अब तो है उड़ा उड़ा फिरता हूँ कब से मैं मिले बिन तुझे रह पाऊँ ना। खाली खाली दिन मेरे लगते थे रातें सारी, उठ उठ जगते थे हाले दिल तुझे कह पाऊँ ना। हिस्सा है तू अब तो मेरे दिल के जज्बातों का, तू लफ्ज है ठहरा हुआ बस मेरी बातों का। लुक छुप ना जाओ जी, मन गीत कराओ जी, क्यों तरसावे हो मन सकल दिखाओ जी। ऐसा देखा नहीं खूबसूरत कोई, जिस्म जैसे अजंता की मूरत कोई, जिस्म जैसे निगाहों पे जादू कोई, जिस्म नगमा कोई, जिस्म खुशबू कोई। हाय वे मेरी डांडिया रब्बा किना जम्मिया, किना ने ले जानिया है। हाय वे मेरी डांडिया रब्बा किना जम्मिया, किना ने ले जानिया है। मुड़ के ना देखो दिल भरो, दिल भरो, मुड़ के ना देखो। അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രിയില്ല നല്ല ലേറ്റ് ആയി പോയാ എത്താന്. നല്ലോണം ലേറ്റ് ആയി. കുറഞ്ഞി ഇപ്പൊ രാവിലായി. ഇനി ഞാൻ എന്താക്കാം, എന്താക്കുന്നേ? അല്ല കുഞ്ഞിക്കിട്ടെ ഗോൾഡിലെ കാണിക്കണല്ലോ, ഗോൾഡൻ ഗിഫ്റ്റ് എല്ലാം കാണിച്ചെടുക്കാം. ഇതെല്ലാം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഗിഫ്റ്റ് എന്തെങ്കിലും ഓരോ കാണിക്കണം. കൊറേ ഡ്രസ് കിട്ടീന. ആ ഡ്രസ് അല്ലതാ ഈ വലിയ ജംബോന്റെ ഉള്ളിലുണ്ട്. അത് ഫുൾ ഡ്രസ് എല്ലാം ഫുള്ള് പാക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൊറേ ഇപ്പൊ ഇടാൻ പറ്റിയ ഡ്രസ്സെല്ലാം ഞാൻ എടുത്തിട്ട് വേറെ വെച്ചിന്, എന്തെങ്കിലും ഇപ്പൊ ഇടാലോ എന്നിട്ട്. ഇതെല്ലാം വലിയ കുറച്ച് വലുത് ഡ്രസ്സ്, ഇപ്പൊ ഇടാൻ കഴിയില്ല അങ്ങനത്തെ ഡ്രസ്സ്. അപ്പൊ ഞാൻ എന്താക്കാം ഗോൾഡ് എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ അതിന് മുന്നേ ഗോൾഡ് എന്നെല്ലാം ഓർമ്മയത്, കഴിഞ്ഞ വ്ളോഗില് കുഞ്ഞിക്ക് ഇത് കാലുവളം എടുക്കുമ്പോ കൊറേ കമന്റ്, കാലുവളം ഇടലുണ്ടാ അങ്ങനെ, മാലയിടലുണ്ടാ അങ്ങനെയല്ലോ. അധികം ആൾ കാലുവളം തന്നെ പറഞ്ഞ, മാല എത്ര പറഞ്ഞിട്ടാ ബാള പോലത്തെ എടുക്കാൻ പറഞ്ഞ. ബാള പോലത്തെ എടുത്ത പ്രശ്നം എന്തെങ്കിലും കുഞ്ഞി പരിക്കുമ്പോ കുഞ്ഞിന്റെ കാലിലേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും, അതായത് കുഞ്ഞിക്ക് ബുദ്ധിമുട്ടാവും. മുറിയാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ നാട്ടില് ഗോൾഡ് എല്ലാരും ഇടുന്നു, അതായത് ഇഷ്ടമുള്ള ആൾ ഇടുന്നു. പിന്നെ കുറെ ആൾക്ക് ഗോൾഡ് ഇടുന്ന ഇഷ്ടമില്ല, ഓറിടല്ല മാത്രം ഞമ്മക്ക് ഇഷ്ടം. ഞാൻ ഇവാന് കുറച്ച് വലുതാവോളം ഇവാൻ എല്ലാം ഇട്ടിന്, അതായത് 2 വയസ്സാവോളം മാല, ബ്രേസ്ലെറ്റ്, വള, കാലോളം എല്ലാം ഇട്ടിന്. അതായത് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടം കുഞ്ഞുങ്ങൾക്ക് ഗോൾഡ് ഇടുന്ന. ഇത് അങ്ങനെ ഈ കുഞ്ഞിക്ക് ഞങ്ങൾ മേങ്ങിയത്, അതായത് നമ്മളെ ഇഷ്ടം ഒരാളെ ഇഷ്ടമല്ലത്, പിന്നെ പ്രശ്നമില്ല. കമന്റ് ഇടുന്ന ആൾക്ക് ചിലപ്പോ ഇടുന്ന ആള് ഇട്ടോട്ടെ, ഇടത്തല്ല, നമുക്ക് എന്തൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് അത്ര തന്നെ, വേറെ ഒന്നുമല്ല. അത് പിന്നെ ആ കാൽവള പെണ്ണുഞ്ഞിന്റെ പാദസരം അല്ലെ അത് അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് നമ്മ പറഞ്ഞത്. അതിലെ കുഞ്ഞിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ നമ്മ അത് മേങ്ങിയത്. നമ്മ പിന്നെ തൊട്ടിലോട്ടുന്ന ഓരോ ദിവസത്തേക്കും വേണ്ടിട്ട് നമ്മ ഗോൾഡ് മേങ്ങിട്ട് കാര്യമില്ല, ആണ് കുഞ്ഞിന്ന് ലേറ്റ്. അപ്പൊ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ് അത് മേങ്ങിയത്. അത് പിന്നെ ഇല്ലെങ്കിൽ അത് പെണ്ണുങ്ങൾക്ക് മാത്രം ഇടുന്ന പാദസരം അല്ല, അത് നമ്മ ഈടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയില്ല, പുറമെ എങ്ങനെ എനിക്കറിയാല. കാസർഗോഡ്
എല്ലാരും ആണ് കുഞ്ഞുങ്ങൾക്ക് ഈ സച്ചിൻ ചെയിന് ആ ടൈപ്പ് തന്നെയാണ് മേങ്ങൽ കൂടുതൽ. കൊറേ ആൾ ബാള മേങ്ങുന്നാളുണ്ട്. അത് ഓരോരാൾ ഇഷ്ടം, അതല്ലേ അമ്മ പറഞ്ഞ, ഒരാൾ ഇഷ്ടം അത് എങ്ങനെയാന്നുള്ളത്. ഞമ്മ ഇടാണ് കുഞ്ഞിക്ക് എല്ലാം ഇടിക്കുന്നത്, അതായത് അരമണി മാല എല്ലാം ഇടിക്കുന്നു. ഞങ്ങക്കത് ഇടുന്ന ഭയങ്കര ഇഷ്ടമായോണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തില് ഞാൻ മേങ്ങിയത് അത്ര തന്നെ. സങ്കടം ഒന്നും ആയിട്ട് നമുക്ക് എന്തില്ലാ കൂട്ടാ, നിനക്ക് കൂട്ടണല്ലേടാ കൂട്ടാ കൊറേ പൊന്ന് അല്ലടാ കൂട്ടാ ഇവാനൂട്ടിന്. ഇതെന്ത്? അപ്പൊ ഇത് എന്റെ ഉമ്മ തന്ന അരമണി. അരമണിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരിമുല്ലേ. ഓക്കെ, ഇതാണ് അരമണി. ജലമക്കാട് മുകളിൽ കെട്ടാം. ഓക്കെ, നോക്കാം. പിന്നെ ഇത് എന്തുവാ? ഇത് ഉമ്മ തന്ന മാലയും ഞമ്മ മേങ്ങിയ കാലുവളയും. കാലുവള കാണുമ്പോ ഇന്നലെ ഉമ്മ ഇട്ടിട്ടുണ്ടായിട്ടില്ല ഫസ്റ്റ് ഇട്ട് ഇതില്ലേ, അത് ഈ മാല. ഇത് പിന്നെ ഉള്ളത് ഇത് കാൽബള. കാൽബള ഇപ്പൊ ഇടാൻ പറ്റുന്നത് കറക്റ്റ് അല്ലേ? ഇപ്പൊ ഒരു 6 മാസത്തോളം ഇടാ. പിന്നെ എന്താക്കല്ലെങ്കിൽ ഒന്നും അത് മാറ്റിട്ട് മേങ്ങാ, അല്ലാന്നുണ്ടും കയ്യിലേക്കാ. ഇത് നസീബ് തന്ന മാല. നസീബ തന്ന മാല. ദിസ് ഈസ് ദ നസീബാസ് ഗിഫ്റ്റ്. ഓക്കെ, ഇതെന്താ? ഇത് അമ്മ മേങ്ങിയ മാല. ഡെയിലി യൂസിനുള്ള മാല. ഇതാ. ഓക്കെ, ആയാ ഇത്രനല്ലേ? പിന്നുള്ളത് ഇത് ഫമിത്ത് തന്ന ബ്രസിലൈറ്റ് വെക്കുന്നേ. ഇത് വെച്ചതാ ബ്രസിലൈറ്റ്. ഇത് ഷെയ്മാന്റെ അനിയത്തിന്റെ ഉണ്ട്. ഇത് ചണ്ണുമാസി ഇല്ലേ ഞങ്ങളെ, ചണ്ണുമാസിന്റെ ചെക്കനുണ്ട് പുയ്യാപ്പിള, മംഗലായിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞല്ല. അപ്പോൾ ഓറെ പൊരക്കാറ് തന്ന സാധനമാണ് ദിസ് വൺ. ഓക്കെ, ഇതിവിടെ വെച്ചോ ഇവാനെ, സേഫ് ആയിട്ട് വെക്കണേ. പിന്നെ ഉള്ള ഇയാസ് കരിമണി വള. ഓക്കെ, പിന്നെ ഉള്ളത് അർഷ തന്ന സാധനം ഇതാണ്. ഓക്കെ, ബ്രസിലൈറ്റ്. പിന്നെ നെക്സ്റ്റ് നമ്മ മേങ്ങിയ ബാള അല്ലേ ഇത്? ദിസ് വൺ ഈസ് എ ബള. ഓക്കെ, ഇതുപോലത്തെയാണ് നിങ്ങൾ കാൽ ബളാക്കണമെന്ന് പറയുന്നത്, നടക്കുന്ന പരിപാടിയായത്. Yes, this is Moz and Zaggy, DJ Zaggy and Mozma's gift. Okay, ഒരു gold coin from Malabar Gold. പിന്നെ കിട്ടിയിട്ടുള്ളതില്ലേ സിൽവറിൻ്റെതവാ, സിൽവറിൻ്റെതാ ഈ 2 ബാള. ഇതെന്റെ ഫ്രണ്ട് ഉണ്ട് ഇർഫോള് തന്നതവാ, ഭയങ്കര ക്യൂട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. തീർച്ചയായും കാണാന് അടിപൊളി സാധനം. പിന്നെ ഉള്ളത് 2 ബ്രസിലൈറ്റ്. ഇതാണ്ട് ഇത് ഒരു അമ്മായും ദീദിയും തന്നത്. അമ്മായും ദീദിയും കുബറ ദീദിയും ദൗറമ്മായും തന്നത്. ഓക്കെ, ഇവാന്റെ കയ്യിലുണ്ടല്ലോ ഇവാന്റെ സിൽവർ കാണിച്ചു കൊടുത്തത്. അത് വലുതായിട്ടുണ്ടായി, അത് പറഞ്ഞല്ലോ അല്ലേ? പിന്നെ കിട്ടിയിട്ടുള്ളത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർ സീറ്റ് പോലെ ആക്കിയിട്ട് ഉപയോഗിക്കാം, ഉപയോഗിക്കാം, എങ്ങനെ വേണം ഉപയോഗിക്കാം. പിന്നെ ഒരു ഊഞ്ഞാല്, പിന്നെ ഡ്രസ്സ്, പിന്നെ ഇവാന്. ഓക്കെ, അപ്പൊ എല്ലാം നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇനി കുറേ പറഞ്ഞിട്ടും കാണിച്ചിട്ടും ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. പിന്നെ നമ്മളുടെ ക്രാഡിലിന്റെ ഈ വ്ളോഗില് നിങ്ങൾക്ക് എങ്ങനെ ആയെന്ന് അറിയില്ല. നമ്മൾ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഇത് ഫോൺ കൊടുത്തിട്ടുണ്ടായിന്, ക്യാമറ എല്ലാം കൊടുത്തിട്ടുണ്ടായിന്, എടുത്തത് ശരിയായിട്ടില്ല, നമുക്ക് അറിയില്ല കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതിലുള്ള എല്ലാ ഇതും നമ്മൾ ചോദിക്കുന്നത് നല്ല മജാല് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ റീലിലേക്ക്, അതായത് ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ എന്താക്കിന് റഹ്മാനെ വെച്ചിട്ടുണ്ടായിന്. റഹ്മാൻ നല്ല 2 റീൽ നമുക്ക് നല്ല പോലെ എടുത്തതിന്, പക്ഷെ 3 സിംഗിൾ ഉണ്ടല്ല. യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് നമ്മ ഫോണിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ അടുത്ത വീഡിയോസ് എല്ലാം കട്ട് കട്ടായി, പിന്നെ കുറെ വീഡിയോസ് മിസ്സായി പോവുകയും ചെയ്തു. ഓക്കെ, ബൈ ബൈ.